എങ്ങനെ ഇരുന്ന് പെങ്കൊച്ച ഇപ്പോൾ വണ്ണം വെച്ചിട്ട് അതിൻ്റെ കോലം കണ്ടില്ലേ? ലൈഫിൽ ഒരിക്കലെങ്കിലും ഇത് കേൾക്കാത്ത സ്ത്രീകളുണ്ടായിരിക്കില്ല അല്ലേ? ഹോർമോണൽ ചേഞ്ചസും ഡെലിവറിയും ഒക്കെ ആയിട്ട് നമുക്ക് വന്ന മാറ്റങ്ങൾ നമുക്ക് തന്നെ സർപ്രൈസിങ് ആണല്ലേ. ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് വണ്ണം വെച്ചാലും നോർമലിലോട്ട് തിരിച്ചെത്താനായിട്ട് വലിയ പാടില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എൻ്റെ കാര്യം അങ്ങനെയായിരുന്നു. വെച്ച വണ്ണം അതുപോലെ തന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ പെട്ടെന്നങ്ങ് കുറഞ്ഞു. എന്നാൽ സെക്കൻഡ് ഡെലിവറിയുടെ കാര്യം അങ്ങനെയല്ലായിരുന്നു കേട്ടോ. അത് എന്നെ തന്നെ ഞെട്ടിച്ച് കളഞ്ഞു. വെയിറ്റ് കുറയ്ക്കണം, ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ പൈലി കുഞ്ഞിനെ പ്രഗ്നൻ്റ്. പിന്നെ ഒന്നും പറയണ്ട, തേർഡ് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേനും വെച്ചടി കയറ്റമായിരുന്നു. ബോഡി ഷേമിങ്ങിൻ്റെ പീക്ക് ലെവൽ വരെ എത്തി. എങ്ങനെയെങ്കിലും വണ്ണം കുറയ്ക്കണം എന്നുള്ളത് ഒരു അത്യാവശ്യമായിട്ട് മാറി. അങ്ങനെ പൈലിക്കുഞ്ഞിന് ഒരു 7 മാസമൊക്കെ ആയപ്പോഴത്തേനും ഞാൻ വെയിറ്റ് റിഡക്ഷനെ കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിച്ചു. അന്നേരം ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് റോഷ്നി എസ് നായരുടെ ഡയറ്റീസ് വേൾഡിനെ കുറിച്ച് തന്നെയാണ്. അങ്ങനെ ഐശ്വര്യമായിട്ട് ന്യൂ ഇയറിൽ ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഈ കാണുന്ന ഫോട്ടോസും പോസിറ്റീവ് റിവ്യൂസും ഒക്കെയാണ് കേട്ടോ എന്നെ ഇൻസ്പയർ ചെയ്തത്. റോഷ്നി മാമിൻ്റെ ഡയറ്റ് ഒരു മാജിക്കൽ ഡയറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം മാം തരുന്ന ആ ഒരു ഡയറ്റ് സ്ട്രിക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസൈഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ പൊതുവിൽ ഭക്ഷണം വളരെ കുറച്ച് കഴിക്കുന്ന ഒരാളാണ്, എന്നാലും വണ്ണം കുറയുന്നില്ല. ഞാൻ കഴിക്കുന്നതൊക്കെ ശരീരത്തിൽ അപ്പാടെ പിടിക്കുവാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആഹാരക്രമം മൊത്തം താളം തെറ്റിയതായിരുന്നു. കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാറില്ല, വല്ലപ്പോഴും കയറി ഇറങ്ങി എന്തെങ്കിലുമൊക്കെ കഴിക്കും. ആ കഴിക്കുന്നതൊക്കെ ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പിന്നെ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് പ്രോട്ടീൻ്റെ അളവോ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവോ അങ്ങനെയൊന്നും ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ലായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ കഴിക്കുന്നതിലെ ആ ഒരു ബാഡ് ഹാബിറ്റ് ആയിരുന്നു എൻ്റെ വണ്ണം കുറയാതിരുന്നതിനുള്ള കാരണം എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഡയറ്റീസ് വേൾഡിൽ ജോയിൻ ചെയ്തിട്ട് ഇത് ഏകദേശം 2 മാസം കഴിയാറായിട്ടോ. ആദ്യത്തെ 1 മാസം കഴിഞ്ഞപ്പോഴത്തേനും തന്നെ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായി എനിക്ക്. ആളുകളൊക്കെ എന്നോട് വണ്ണം കുറഞ്ഞല്ലോ എന്ന് ചോദിച്ചു തുടങ്ങി. ഈ ഒരു ഡയറ്റ് പ്ലാൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നമ്മളാണെങ്കിൽ സാധാരണ ഡയറ്റിംഗ് ചെയ്യുന്നത് പോലെ പട്ടിണി കിടക്കണ്ട, നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനവും വേണ്ടെന്ന് വെക്കണ്ട, അതുപോലെ തന്നെ നമ്മൾ ഫുഡ് ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒത്തിരി മണി സ്പെൻഡ് ചെയ്യേണ്ട. യൂഷ്വലി നമ്മളൊരു പ്രൊഫഷണലിൻ്റെ കൂടെ ഡയറ്റ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 4000-5000 രൂപയൊക്കെ ആകും. എന്നാൽ ഈ ഡയറ്റീസ് വേൾഡിലുണ്ടല്ലോ ഒരു മാസം വെറും 500 രൂപയാണേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ പ്രീവിയസ് കസ്റ്റമർ ആണെങ്കിലുണ്ടല്ലോ വെറും 350 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷനും മെഡിക്കൽ ഇൽനെസ്സും അതൊക്കെ കണക്കിലെടുത്തിട്ട് നമുക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഡയറ്റ് തയ്യാറാക്കി തരുകയാണ് കേട്ടോ ചെയ്യുന്നത്. റോഷ്നി ഒരു ക്ലിനിക്കൽ ഡയറ്റീഷ്യനാണ്, അതോടൊപ്പം തന്നെ ഒരു ഒബേസിറ്റി സ്പെഷ്യലിസ്റ്റും കൂടിയാണ്. സോ നമുക്ക് ഒരു രീതിയിലുള്ള ടെൻഷനും വേണ്ട, നമുക്ക് ഒരു രീതിയിലുള്ള അഡ്വേഴ്സ് എഫക്റ്റും ഉണ്ടാകാത്ത രീതിയിലുള്ളതാണ് ഈ ഡയറ്റ് പ്ലാൻ. ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവരുടെയും ഡയറ്റിൻ്റെ റെസിപ്പീസും പിക്ചേഴ്സും ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പം നിങ്ങൾക്കും വീട്ടിൽ എല്ലാ ഭക്ഷണവും കഴിച്ചുകൊണ്ട് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഹെൽത്തി ആയിട്ട് വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റോഷ്നി എസ് നായരുടെ ഡയറ്റീസ് വേൾഡിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ.